ലോട്ടറി എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുന്നവർക്ക് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു വാർത്തയാണ്. 3 തവണ ലോട്ടറി ഒന്നാം സമ്മാനം അടിച്ചൊരു വ്യക്തി. ഈ ഭാഗ്യവാൻ ആലപ്പുഴ ജില്ലയിലെ തകഴിക്ക് സമീപം പടഹാരം സ്വദേശിയാണ്. മനോഹരൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. KSEBിയിൽ നിന്നും വിരമിച്ച ഒരു ഉദ്യോഗസ്ഥനാണ്. ചേട്ടാ, 3 തവണയാണ് താങ്കൾക്ക് ഒന്നാം സമ്മാനം ലോട്ടറി അടിച്ചത്. 2016, 17, 18 കാലങ്ങളിലാണ് അടിച്ചത്, ലോട്ടറി അടിച്ചത്. എത്ര രൂപയൊക്കെയായിരുന്നു? ആദ്യത്തെ അടി 65 ലക്ഷം, പിന്നെ 70 ലക്ഷം. ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഒന്നാം സമ്മാനം അടിക്കണേ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വളരെ അപൂർവമായിട്ട് മാത്രമേ ആ ഭാഗ്യം ലഭിക്കാറുള്ളൂ. താങ്കൾക്ക് 1 അല്ല 2 അല്ല 3 തവണയാണ് ഒന്നാം സമ്മാനം അടിച്ചത്. ഒരു എന്താണ്, ഭാഗ്യദേവതയുടെ സ്വന്തം ആളെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? പറയാം. പക്ഷേ അതനുസരിച്ചുള്ള സാമ്പത്തികമൊന്നും ഇല്ല. കുറെ ടാക്സും പിന്നെ ടാക്സും കൊടുത്തൊക്കെ എല്ലാം, പിന്നെ കളി കണ്ടവനും ടിക്കറ്റ് എടുത്തു കുറച്ച് പൈസ പോയിട്ടുണ്ട്. താങ്കൾ KSEBിൽ നിന്ന് റിട്ടയർ ആയ വ്യക്തിയാണ്. എത്ര വർഷമായി ജോലിയിൽ നിന്ന് വിരമിച്ചിട്ട്? 2009 പെൻഷനാണ്. അതിനുശേഷമാണോ ഈ ലോട്ടറി എടുപ്പ് ഇങ്ങനെ ഒരു ഹരമായി മാറിയത്? അത് നേരത്തെ തന്നെ ലോട്ടറി എടുക്കുമായിരുന്നു. പിന്നെ പിന്നെ പെൻഷൻ ആയപ്പോഴത്തെ കൂടുതൽ സ്വാതന്ത്ര്യമായി, അപ്പോൾ കൂടുതൽ ടിക്കറ്റ് എടുക്കുമായിരുന്നു. 3 തവണ ലോട്ടറി അടിച്ചു, വലിയ തുക കിട്ടി എന്ന് നമ്മൾ പറയുന്നു. എത്ര രൂപയ്ക്കാണ് ഡെയിലി എടുക്കുന്നത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ബാക്കിൽ ഫ്രെയിമിൽ ചേച്ചി നിപ്പുണ്ട്, ചേട്ടൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട്. എത്ര രൂപയ്ക്കാണ് ഡെയിലി എടുക്കുന്നത്? അന്ന് ഈ അടിക്കുന്ന കാലഘട്ടത്തിൽ 8,000 രൂപയ്ക്കൊക്കെ ലോട്ടറി എടുക്കുമായിരുന്നു ഡെയിലി. ഓ, അത്രയും വലിയ എമൗണ്ടിന് ദിവസവും എടുക്കുമായിരുന്നു. ഇപ്പോഴും ലോട്ടറി എടുപ്പ് എങ്ങനെ പോകുന്നു? ഇപ്പം കുറച്ചു, കുറേശ്ശായി എടുക്കുന്നത്. കുറച്ചു എന്ന് പറഞ്ഞാലും എന്നാലും പൈസ കയ്യിലുള്ള അനുസരിച്ചൊക്കെ കുറെ എടുക്കും. ഇന്നത്തെ ടിക്കറ്റുകൾ അദ്ദേഹത്തിന്റെ കൈവശം ഇരിപ്പുണ്ട്. ഇത് എത്ര രൂപയുടെ ടിക്കറ്റ് ഉണ്ട്? ഇത് 1,500 രൂപ ടിക്കറ്റ് ഉണ്ട്. 1,500 ടിക്കറ്റ് ഉണ്ട്. ചേട്ടനെ സംബന്ധിച്ച് ഇതൊരു ലഹരിയാണല്ലേ? ചില ആളുകൾ മദ്യം ഉപയോഗിക്കുന്നത് പോലെ മറ്റൊരു ലഹരിയാണിത്. അതെ, മൊത്തത്തിൽ സമയം പോകാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ റിസൾട്ട് അറിയാനൊക്കെ ആയിട്ട് ഇങ്ങനെ ആകാംക്ഷ നമ്മൾ കാത്തിരിക്കുകയും അതൊരു രസമാണ്. ചില ആളുകള് ഈ ബുക്കിൽ കണക്കൊക്കെ എഴുതി കൂട്ടിയൊക്കെ എടുക്കുന്നതാണ്. അങ്ങനെയാണോ എടുക്കുന്നത്? ഞാൻ ഏറെക്കുറെ അങ്ങനെയാ എടുക്കുന്നത്. തോന്നില്ലേ, 6, 3, 9, ഇവിടെ 2, 9 ഇങ്ങനെയൊക്കെ കളിക്കുന്നത്. അങ്ങനെ എല്ലാം കണക്ക് കൂട്ടലുകളാണ്. 7, 3, 10, 12 അപ്പം അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ ഞാൻ കളിക്കുന്നത്. 1.5 കോടി രൂപയ്ക്ക് അടുത്ത് ലോട്ടറി അടിച്ച് മാത്രം കിട്ടി. എന്താണ് നമ്മളിപ്പം കുറെ വർഷങ്ങൾക്ക് ശേഷം പുറകിലേക്ക് നോക്കുമ്പോൾ മിച്ചമായിട്ട് അങ്ങനെ വലുതായിട്ടല്ല. ഒരു 10 ലക്ഷം രൂപ LIC കിടപ്പുണ്ട്. പിന്നെ ഒരു ചെറിയ വീടും പേരും മേടിച്ചിട്ട് അത് നമ്മളിപ്പം ഇതിൻ്റെ ഭാഗമായിട്ടുള്ളൂ. പിന്നെ മോളെ കല്യാണം അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. മക്കള് ഒരാളും ഒരു പെണ്ണും. മക്കളൊക്കെ എന്താണ് ഇതിനോടൊരു പിന്തുണ എങ്ങനെയാണ്? അവർക്ക് ഇപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല. രണ്ടാമത് ടിക്കറ്റ് എടുക്കുന്നതൊക്കെ അവരുടെ വിചാരം. മനോഹരൻ ചേട്ടന്റെ ഭാര്യയാണ്. പേര് പ്രേമ. എന്താണ് ചേട്ടൻ വലിയൊരു ഭാഗ്യവാനാണ്. 3 തവണയാണ് അദ്ദേഹത്തിന് ഒന്നാം സമ്മാനത്തിന് അർഹനായത്. എന്താ പറയാനുള്ളേ? എനിക്കൊന്നും പറയാനില്ല. ഞാൻ അടിക്കരുതെന്നുള്ള പാർട്ടിയായിരുന്നു. അതെന്താണ് അങ്ങനെ? ആദ്യമായിട്ടാണ് ഭർത്താവിന് ലോട്ടറി അടിക്കുമ്പോ വേണ്ട എന്നൊരു ഭാര്യ പറയുന്നത് കേൾക്കുന്നത്. എനിക്ക് അങ്ങനായിരുന്നു, സത്യമാണ്. എന്താ കാരണം? എന്താ? നമുക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ ഉണ്ട്, അതുകൊണ്ടാണോ? അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളില്ല. 2 പിള്ളേരുണ്ട്, 2 പേരും കല്യാണം കഴിച്ചു. മോള് നല്ല നിലയില്ല, മറ്റവനും കുഴപ്പമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് ലോട്ടറി അടിക്കണ്ട എന്നുള്ള അഭിപ്രായം ആവശ്യമില്ല, പാവങ്ങൾക്ക് അടിക്കട്ടെ എന്നുള്ളതാണ് എന്നാ എന്റെ ആഗ്രഹം. പക്ഷെ മനോഹരൻ ചേട്ടൻ ഇപ്പോഴും പറയുന്നത് ഇനി എനിക്ക് ഒന്നാം സമ്മാനം അടിക്കുമെന്ന് പറയുന്നത്. അത് ദുരാഗ്രഹമാണ്. ഇപ്പോഴും അദ്ദേഹം ലോട്ടറി എടുക്കാറുണ്ട്. അമ്മ, എന്താണ് അമ്മയുടെ ഒരു അഭിപ്രായം? എന്താണ് ഇതിനെ കുറിച്ച്? അത് പറയത്തൊന്നുമില്ല. പിന്നെ എഴുതുന്നത് കാണുന്നുണ്ട്. ഞാൻ പാപ്പ പറയും വല്ലാത്ത സൂക്കേടാ, ഇതിന്റെ ആവശ്യമില്ല എന്ന് പറയും. നമുക്ക് ഇതിനെ കുറിച്ച് അറിയില്ല, എനിക്കറിയത്തില്ല എത്ര എടുക്കുന്നു അങ്ങനെയൊന്നും അറിയില്ല. ഇല്ല. ലോട്ടറി എടുക്കുന്നതിനോട് ഭാര്യ നല്ല എതിർപ്പാണ്. അതെ, ഇപ്പോഴും എതിർപ്പില്ല. ഞാൻ തന്നെ 10, 15 പല സ്ഥലത്ത് കൊണ്ട് വെക്കുക. അതോ എടുത്താൽ തന്നെ. പക്ഷെ നമ്മളിത് വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളിത് അങ്ങനെ ആയിപ്പോയത്. പിന്നെ അളവ് കുറയ്ക്കാനേ നോക്കത്തുള്ളൂ. ഈ ലഹരിയിൽ നിന്നൊക്കെ മുക്തി നേടാൻ വേണ്ടി ക്രമേണ കുറച്ചുകൊണ്ട് വരിക എന്ന് പറയുന്നത് കുറച്ച് ഇപ്പോഴേ വരുന്ന രീതിയൊക്കെ വെച്ചാൽ തന്നെ ഓട്ടോമാറ്റിക്കലി കുറയും. ഈ പലപ്പോഴും പല ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മുടെ ലോട്ടറി അടിച്ചാൽ ആ തുക നമ്മുടെ കയ്യിലേക്ക് കിട്ടാൻ വലിയ കാലതാമസം എടുക്കും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു വർഷമല്ലേ, 40 ദിവസം കഴിഞ്ഞ്
ആദ്യത്തെ ഒരു 1.5 മാസം എടുത്തു, പിന്നെ 40 ദിവസം കഴിഞ്ഞപ്പോൾ കിട്ടി. ഇതൊക്കെ ചുമ്മാ പറയുന്നത്, കറക്റ്റായിട്ട് പൈസ കിട്ടും. ഒരു കാലതാമസമില്ല. ഒരു കാലതാമസമില്ല. അതിൻ്റെ നടപടിക്രമം ക്ലിയർ ആണെങ്കിൽ ഒരു പ്രശ്നമില്ല. പേപ്പേഴ്സ് എല്ലാം പുട്ടാണെങ്കിൽ ഒരു താമസം ഉണ്ടാകത്തില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഇത് പറയാൻ ഏറ്റവും അത് എനിക്ക് അനുഭവസ്ഥനായ വ്യക്തി താങ്കളാണ്. കാര്യം 3 തവണയാണ് താങ്കൾക്ക് 1ാം സമ്മാനം ലഭിച്ചത്. അതെ, ഒരു തടസ്സമില്ല. നമ്മുടെ പേപ്പർ കറക്റ്റ് ആണെങ്കിൽ അതിൻ്റെ നടപടിക്രമം അനുസരിച്ച് ക്ലിയർ ആയിട്ട് വന്നോളൂ. ഈ പേപ്പറൊക്കെ മിസ്റ്റേക്കുള്ള കേസൊക്കെ ആയിരിക്കും താമസിക്കുന്നത്. അപ്പം ഇന്നത്തെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു. ഇനിയും എന്താണ് ഈ ബലം വരാനുള്ള ഒരു കാത്തിരിപ്പിലാണ്? ഇനിയിപ്പോൾ ആകാംക്ഷയോടെ നമ്മളിങ്ങനെ 3:10 ആണ് വരുന്നത്, റിസൾട്ട് തുടങ്ങുന്നത്. അതിനുള്ള ആകാംക്ഷ പ്രത്യേക ഒരു ആകാംക്ഷയാണ്. എങ്ങനെയാണ് ഇത്? വെബ്സൈറ്റിൽ നോക്കുവോ? അല്ല സർ, മൊബൈലിലുണ്ട്, സൈറ്റിൽ നോക്കിയാൽ മതി. മൊബൈലിൽ നോക്കും. അവർ കളിക്കുന്ന അതേ രീതി ആ സമയത്ത് തന്നെ നമ്മുടെ മൊബൈലിൽ വന്നുകൊണ്ടിരിക്കും. ആ ഒരു ആകാംക്ഷയോടെ ഉള്ള കാത്തിരിപ്പിന്റെ മണിക്കൂറുകളാണ്. 3:10 ആകാംക്ഷയാണ്. അതൊരു അല്ലാത്ത വള്ളംകളിയുടെ പോലെ ഒരു ആവേശം. ഈ സമയത്തിന് നമ്മൾ ഭയങ്കര പ്രാധാന്യം. ചേട്ടനെ കാണണമെങ്കിൽ രാവിലെ ലോട്ടറി കടയിൽ എത്തിയാൽ മതി എന്നുള്ളതാണ് ഈ നാട്ടുകാർ പറയുന്നത്. മറ്റെവിടെ അന്വേഷിക്കേണ്ട, അവിടെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. നേരത്തെ അവസ്ഥയല്ല. ഇപ്പൊ അങ്ങനെ ആളുകളൊക്കെ വന്നിട്ട് മനോഹരൻ ചേട്ടാ എനിക്കൂടെ 2 ടിക്കറ്റ് എടുത്ത് തരാമോ എന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. കോഴിക്കോട് നിന്നൊക്കെ എൻ്റെ മേത്ത് തൊടാൻ വന്നിട്ടുണ്ട്. ആളെ നിന്ന് കണ്ടൊന്ന് തൊട്ടിട്ട് പോകാൻ വേണ്ടി കോഴിക്കോട് നിന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ ടിക്കറ്റ് എടുത്ത് തരാമോ എന്ന് ആളുകൾ ടിക്കറ്റ് പുള്ളി അവർ ചോദിച്ചു. അപ്പോൾ ആ സമയം ക്ലിയർ അല്ലായിരുന്നു, അവിടെ എല്ലാം ക്ലോസിങ് സമയമായതുകൊണ്ട് പിന്നെ എടുത്തില്ല. അവർ ചോദിച്ചു ടിക്കറ്റ് എടുത്ത് തരാമോ എന്ന്. അപ്പോൾ ഇതൊക്കെയാണ് മനോഹരൻ എന്ന ആ വലിയ ഭാഗ്യവാന്റെ വിശേഷങ്ങൾ. ഇദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ തകഴിക്ക് സമീപം പടഹാരം സ്വദേശിയാണ്. 2016-ലും 2017-ലും 2018-ലുമാണ് 3 തവണയായി ഇദ്ദേഹത്തിന് സംസ്ഥാന ഭാഗ്യക്കുറിയുടെ 1ാം സമ്മാനം ലോട്ടറി അടിച്ചത്. ഇപ്പോഴും അദ്ദേഹം ലോട്ടറി എടുക്കുന്ന ശീലം അതേ രീതിയിൽ തന്നെ തുടർന്നു പോവുകയാണ്. പക്ഷേ ഇപ്പോൾ മനോഹരൻ ചേട്ടൻ പറയുന്നത് തനിക്ക് ഇനി അത്തരം അത്യാഗ്രഹങ്ങളോ വലിയ ആഗ്രഹങ്ങളോ ഒന്നുമില്ല. ചെറിയ ചെറിയ പ്രൈസുകൾ അടിച്ചാൽ മതി. ഇതൊരു ശീലമായി പോയതുകൊണ്ട്, ഉപേക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം തുടർന്നു പോകുന്നതാണ് എന്നുള്ളതാണ്. ആലപ്പുഴയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.